എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ വില്ലൻ കട്ടകുറയും ലൂഫിയും അവർ രണ്ടുപേരും വമ്പൻ ആക്ഷനും ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. കട്ടകുറയുടെ കയ്യില് ആ ട്രൈഡൻ ഉണ്ട്. അവൻ അതുപയോഗിച്ച് ലൂഫിക്ക് നേരെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യും. ലൂഫി ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മുൻപോട്ടേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതേസമയം കട്ടകുറി അവൻ പല്ല് കടിച്ച് ലൂഫിയുടെ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യും. ലൂഫി ഏതൊക്കെ ഭാഗത്തേക്ക് എങ്ങനെയൊക്കെ മൂവ് ചെയ്യുമെന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതനുസരിച്ച് അവൻ ആ ശൂലം വലിച്ചെറിയും. പക്ഷെ ലൂഫി അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ് കൊടുക്കുക. ലൂഫി അവന്റെ ഫ്യൂച്ചറിനെ തിരുത്തി കുറിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ അങ്ങനെ അവിടുന്ന് തെന്നി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ അറ്റാക്കിൽ നിന്നും ലൂഫി രക്ഷപ്പെടും. കട്ടകുറിക്കാണെങ്കിൽ അവന്റെ ക്ഷമ നശിക്കും. കാരണം ഒരുപാട് സമയമായി അവൻ ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഇതുവരെ ആരും തന്നെ കട്ടകുറിയായിട്ട് ഇത്രയും സമയം ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിന്നിട്ടില്ല. സോ ലൂഫിയുടെ പവറും കഴിവും അത് നിസ്സാരമല്ലെന്ന് മനസ്സിലാക്കിയ കട്ടകുറി ഓരോ തവണയും ഫോഴ്സ് കൂട്ടി ലൂഫി ആഞ്ഞടിക്കും. ലൂഫി ആണെങ്കിൽ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി ബോഡി മുഴുവൻ അവൻ ഒരുപാട് വേദനയുണ്ട്. പക്ഷെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂന്ന് പറഞ്ഞ് ഓരോ പഞ്ചിൽ നിന്നും അവൻ ബുദ്ധിപരമായിട്ട് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇവിടെ കട്ടകുറി ഒരു സെക്കൻഡ് ലൂഫിയെ അട്ടിമുടി നോക്കും. അതിനുശേഷം ലൂഫിയുടെ ഫ്യൂച്ചർ അത് വീണ്ടും അവൻ കാണാനായിട്ട് തുടങ്ങും. 2 സെക്കൻഡ് ഫുൾ കോൺസെൻട്രേഷനിൽ ലൂഫിയുടെ ഫ്യൂച്ചർ അറ്റാക്ക് അവൻ മനസ്സിലാക്കും. അതിനുശേഷം അതനുസരിച്ച് ലൂഫി അവൻ പഞ്ച് ചെയ്യും. പക്ഷെ നമ്മുടെ ലൂഫി അവൻ നിസ്സാരക്കാരനല്ല, കഥാനായകനാണ്. അവൻ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവന്റെ പ്രഡിക്ഷൻ സ്റ്റൈല് അതിന്റെ ടെക്നിക്കും ഏകദേശം അവൻ മനസ്സിലാക്കിയെടുത്ത് 2 കൈയിലും അങ്ങനെ കാറ്റൊക്കെ ഊതി വീർപ്പിക്കുകയാണ്. അതിനുശേഷം അവന്റെ സർവ്വ ഹോക്കി പവറും അതിലേക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് 2 കൈ ഉപയോഗിച്ച് ആഞ്ഞിടിക്കും. പക്ഷെ കട്ടകുറി അവന്റെ ട്രൈഡന്റ് ഉപയോഗിച്ച് സിമ്പിളായി 2 കൈകളും തട്ടിത്തെറിപ്പിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. കാരണം അവൻ എത്രയൊക്കെ കഷ്ടപ്പെട്ട് ഓരോ ടെക്നിക്കും പഞ്ചിങ് സ്റ്റൈൽ ഉപയോഗിക്കുന്നോ അതെല്ലാം തന്നെ അവൻ തിരിച്ചറിഞ്ഞ് അവനെ പ്രിവെന്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുകയാണ്. ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ യാതൊരു കാര്യം ഉണ്ടാവില്ല. ഇവൻ എവിടെ വെച്ച് എന്നെ കൊന്നു കളയും. ഇതുമാത്രമല്ല, എനിക്ക് പൊട്ടും പവറില്ല. ഇനി ഒരുപാട് സമയം എനിക്ക് അവന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാനോ തിരികെ പഞ്ച് ചെയ്യാനോ കഴിയില്ല. അല്പസമയം കൊണ്ട് പക്കലുള്ള കുറഞ്ഞ പവർ ഉപയോഗിച്ച് ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിലുള്ള കട്ടകുറി അവനും ലൂഫിയെ തന്നെ കണ്ണിമ വെട്ടാൻ നോക്കി നിൽക്കുകയാണ്. കാരണം ആദ്യമായിട്ടാണ് ഇത്രയും ടഫായിട്ട് ഒരു കോമ്പറ്റീഷൻ അവനും ഉണ്ടാവുന്നത്. ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്തിട്ടും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടും ഒരുപാട് തവണ ലൂഫി അറ്റാക്ക് ചെയ്തു. പക്ഷെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ലൂഫി ആണെങ്കിൽ കട്ടകുറിക്ക് നല്ല ടഫ് ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ടാക്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ കാര്യമായിട്ട് ചിന്തിക്കുന്ന ഗ്യാപ്പിൽ ലൂഫി ആണെങ്കിൽ കട്ടകുറിയുടെ കയ്യിലുള്ള ആ ട്രൈഡൻ അതെങ്ങനെയെങ്കിലും തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് മനസ്സിലാക്കിയ കട്ടകുറി അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ലൂഫിയെ വെട്ടിത്തെറിപ്പിച്ച് അവനെ തന്നെ പിടിച്ചു വലിച്ച് ആഞ്ഞടിക്കും. പിന്നീട് വീണ്ടും മുൻപത്തതുപോലെ തന്നെ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇത്തവണ കട്ടകുറിയാണെങ്കിൽ ലൂഫിയെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് ആ ട്രൈഡൻ അവന്റെ ദേഹത്തേക്ക് കുത്തി ഇറക്കാൻ ശ്രമിക്കും. അതിന് ലൂഫി അവൻ കാലില് ഹോക്കി പവർ കൊടുത്ത് ആ ചുമര് തകർത്ത് പുറകിലേക്ക് തെന്നി മാറും. ലൂഫിക്കാണെങ്കിൽ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ തോന്നും. കാരണം ഇപ്പൊ ലൂഫിയെ കൊണ്ട് അവന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല ആ ട്രൈഡൻ അത് ലൂഫിയെ കൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസവും ലൂഫിക്ക് വരും. അടുത്ത നിമിഷം ആ വില്ലൻ അവൻ മോച്ചി പവർ അതിപ്പോ അവിടെ ഉപയോഗിക്കും. ആ ഒരു പ്രതലം മുഴുവൻ അങ്ങനെ ഇളകി മറിഞ്ഞ് ലൂഫിക്കാണെങ്കിൽ പ്രോപ്പറായിട്ട് അവിടെ നിൽക്കാൻ പോലും കഴിയാതെ അവൻ അങ്ങനെ തല ചുറ്റും. അവന്റെ മോച്ചി പവർ അതെല്ലാ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് അതുപയോഗിച്ച് തന്നെ അവൻ ലൂഫിയെ ലോക്ക് ചെയ്യും. ലൂഫി ആണെങ്കിൽ മറ്റൊന്നും നോക്കില്ല. അവന്റെ കൈ കടിച്ച് ഗിയർ 4ലേക്ക് മാറാൻ ശ്രമിക്കും. കട്ട് ചെയ്ത ആ മോണ്ടറിനെ കാണിക്കും. അവനാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ബുക്സൊക്കെ അടുക്കി വെച്ച് പ്ലാൻ ചെയ്യുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പൊ തൊട്ടടുത്ത് കപ്പോംസ് അവൻ പെട്രോ മരിച്ച വാർത്ത അറിഞ്ഞ് അങ്ങനെ പൊട്ടിക്കരയും. അത് കേൾക്കേണ്ട താമസം അവൻ ഫുൾ കലിപ്പില് അവനോട് ദേഷ്യപ്പെട്ട് പറയും, നിർത്തടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. ആ പെട്രോ അവൻ മരിച്ചതിന് ഇത്രയും നീ കരഞ്ഞ് നിലവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ ഈ നിലവിളിയും ബഹളവും ഒക്കെ കാരണം എനിക്ക് എന്റെ പ്ലാനിങ് അതുപോലും കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ടമഗോ ആണെങ്കിൽ അവന്റെ ആൾക്കാരോട് പറയും, പെട്രോ ഒരു നിസ്സാരക്കാരനല്ല. അവൻ ആർക്കും വേണ്ടി അത്ര എളുപ്പത്തിൽ അവന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യില്ല. എന്റെ ബലമായ സംശയം നമ്മൾ ആ സ്ട്രോ ഹാറ്റ് ലൂഫിയ ടീമിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ എന്നാണ്.
അവരെ രക്ഷിക്കാനാണ് പെട്രോ ഇത്രയും വലിയൊരു കാര്യം ചെയ്തത്. സോ അവരുടെ പവറും കഴിവും ഒക്കെ നമ്മൾ കരുതുന്നതിലും അപ്പുറം ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം അവരുമായിട്ട് സത്യത്തിൽ ഏറ്റുമുട്ടുമ്പോൾ. ആ കോഴിത്തലേനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എനിക്ക് അവര് വലിയ പവർഫുൾ ആയിട്ടൊന്നും തോന്നുന്നില്ല, കേവലം ഒരു നുണുങ്ങ് ചെക്കനും അവന്റെ കുറച്ച് ആൾക്കാരും, അവരത്ര കാര്യമായിട്ടൊന്നും നീ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ബിഗ് മോമിന്റെ കയ്യിൽ കിട്ടിയ അവരെ എല്ലാവരെയും സെക്കൻഡുകൾ കൊണ്ട് ഇടിച്ചു പൊടിച്ച് തവിട് പൊടിയാക്കും. അത് കേട്ട് അവനാണെങ്കിൽ ആ കോഴിത്തലേനോട് പറയും, നീ ഇതൊന്നും കാണുന്നില്ലേ? ആ മാരേജ് അത് തകർത്തതും വെഡ്ഡിംഗ് കേക്ക് കൊളവാക്കിയതും വിൻസ്മോക്ക് ഫാമിലിയെ സേവ് ചെയ്തതും അതെല്ലാം തന്നെ ലൂഫിയാൻ ടീമാണ്. സോ അവരെ ഒരിക്കലും നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. അപ്പോഴും കോഴിത്തലയൻ അവനാണെങ്കിൽ ഇപ്പോൾ അവനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതൊക്കെ വെറും ആക്സിഡന്റ് മാത്രമാണ്, ഇതൊന്നും അവരുടെ കഴിവേ അല്ല, അവർ സത്യത്തിൽ കഴിവ് കെട്ടവരാണ്. അത് കേട്ട് അവനാണെങ്കിൽ കോഴിത്തലേനോട് പറയും, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിൽ പലതും കോയിൻസിഡൻസ് അല്ല, അവരുടെ കഴിവുകൊണ്ട് തന്നെ അവർ നേടിയെടുത്തതാണ്. നമ്മൾ അവരെ നിസ്സാരവൽക്കരിച്ച് കണ്ട പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ച് അവര് നമ്മളെയും ബിഗ് മോമിനെയും തോൽപ്പിച്ച് ഇവിടുന്ന് കടന്നു പോകും. അത് നമുക്ക് ലോകത്തിന്റെ മുൻപിൽ തീർത്താൽ തീരാത്ത ഒരു നാണക്കേടിന്റെ കറയായി മാറും. അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനുവദിക്കില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ കപ്പോംസിന്റെ കപ്പൽ കാണിക്കും. അവരാണെങ്കിൽ കടലിലൂടെ നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് പോവും. അടുത്ത നിമിഷം ബിഗ് മോമിന്റെ രണ്ടാമത്തെ മകളും സംഘവും അവരൊരു കപ്പലില് കപ്പോംസിനെ ഫോളോ ചെയ്ത് വന്ന് അവന്റെ കപ്പലിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കപ്പോംസ് ആള് നിസ്സാരക്കാരനല്ല, അവൻ നൈസായിട്ട് കപ്പൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുത്ത് തിരികെ അവളുടെ കപ്പലിനെ അച്ചരം പൊച്ചറ അറ്റാക്ക് ചെയ്യും. അവരുടെ അറ്റാക്കില് അവളുടെ കപ്പലിന്റെ ഒരുപാട് ഭാഗങ്ങൾ തകർന്ന് വീഴുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ കപ്പോംസ് ആണെങ്കിൽ കപ്പൽ ടേൺ ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോവാണ്. അവരുടെ റേഞ്ചിൽ നിന്ന് കപ്പോംസിന്റെ കപ്പല് ഒരുപാട് ദൂരത്തേക്ക് കുതിച്ചു പാഞ്ഞു കഴിഞ്ഞു. അപ്പൊ കടലിനടിയിലുള്ള അവരുടെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഫിഷുകളാണെങ്കിൽ വിടാതെ കപ്പോംസിന്റെ കപ്പലിനെ ഫോളോ ചെയ്ത് അത് പോകുന്ന ദിശ ഡിറ്റക്ട് ചെയ്ത് ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഇച്ചീച്ചിയെ കാണിക്കും. അവനുമായിട്ട് ബിഗ് മോമിന്റെ 14ാമത്തെ മകൻ, ഒരു കപ്പട മീശക്കാരൻ, അവനൊരു വലിയ സ്ക്വാഡൊക്കെ എടുത്ത് ഇച്ചീച്ചുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇച്ചീച്ചി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് അവന്റെ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വീണ്ടും വീണ്ടും അവനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും. അതിൽ കൺട്രോൾ പോയ ബിഗ് മോമിന്റെ മകൻ അവൻ വീണ്ടും ഇച്ചീച്ചിക്ക് നേരെ കുതിച്ചു പായും. മറ്റൊരു ഭാഗത്തൊരു തൊപ്പിക്കാരൻ, അവനാണെങ്കിൽ അവന്റെ വിൻ പവർ അതുപയോഗിച്ച് നീലത്തലേനെ കറക്കി ദൂരേക്ക് കൊണ്ടുപോകും. ആ സമയം മോണ്ടോർ ആണെങ്കിൽ അവിടേക്ക് കോണ്ടാക്ട് ചെയ്ത് അവിടുത്തെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. ജെർമിയ കിൻഡത്തിലുള്ള നമ്മുടെ ബിഗ് മോമിന്റെ സോൾജിയേഴ്സ് അവരാണെങ്കിൽ അവൻ ഇൻഫർമേഷൻ പാസ് ചെയ്യും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ 10,000-ന് മുകളിൽ സോൾജിയേഴ്സ് ഉണ്ട്. ഈ ജെർമിയ കിൻഡം ഓൾറെഡി നമ്മൾ തകർത്ത് കളഞ്ഞു. ഇവരുടെ സോൾജിയേഴ്സും ഇവിടെയുള്ള ടെക്നോളജിയും അതിനി മുതൽ ബിഗ് മോമിന് സ്വന്തമാണ്. ഇവിടെ ഈ വില്ലനാണെങ്കിൽ ആ ന്യൂസ് കേട്ട് ഭയങ്കര സന്തോഷം. അപ്പം അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ആ ജെർമിയ 66 കിങ്ഡം കാണിക്കും. സ്മോക്കിന്റെ 4 മക്കളും ചേർന്ന് ബിഗ് മോമിന്റെ എല്ലാ സോൾജിയേഴ്സിനെയും തല്ലിക്കൊന്ന് അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിന്റെ മുകളിൽ കയറി അവർ ഹായ് ആയിട്ട് നിൽക്കും. നമ്മുടെ ചോപ്പൻ ഇച്ചീച്ചി അവനാണ് ആ സ്നെയിലിലൂടെ അവനോട് കോണ്ടാക്ട് ചെയ്യുക. അതിനുശേഷം അവർ നൈസായിട്ട് സ്ട്രോ ഹാറ്റ്സിനെ കുറിച്ച് ചോദിക്കും. അതിനവൻ പറയും അവർ വെസ്റ്റ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തീർച്ചയായിട്ടും ഞങ്ങൾ അവരെ പിടിക്കും. ഇച്ചീച്ചി ആണെങ്കിൽ ആ കോൾ കട്ട് ചെയ്ത് അവന്റെ ബ്രദേഴ്സിനെയും കൂട്ടി നമ്മുടെ ആൾക്കാർ പോകുന്ന ആ ഐലാൻഡ് ലക്ഷ്യമാക്കി പോവും. അതേസമയം ഇവിടെ കട്ടകുറി അവൻ ഫ്യൂച്ചറൊക്കെ പ്രഡിക്റ്റ് ചെയ്ത് ലൂഫിയുടെ യഥാർത്ഥ കഴിവും പവറും ഒക്കെ മനസ്സിലാക്കി. സോ അവനിപ്പോ ഉഷാറായിട്ട് ലൂഫിയായിട്ട് പൊരിഞ്ഞ പോരാട്ടം. കട്ടകുറി ഞൊടിയിടയിൽ വലിയൊരു ട്രാപ്പ് സെറ്റ് ചെയ്ത് അതില് ലൂഫിയെ ലോക്ക് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.